ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 30ഓളം ഇടങ്ങളിൽ കസ്റ്റംസ് പരിശോധന. ഓപ്പറേഷൻ നംഘോറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടത്തി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ യൂസ്ഡ് കാർ ഷോറൂമുകളിലും വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പരിശോധനയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ അല്പസമയത്തിനകം കസ്റ്റംസ് വാർത്താസമ്മേളനം നടത്തും. ഭൂട്ടാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങളും കാർഗോ വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കടത്തിയെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെത്തിച്ച് രജിസ്ട്രേഷൻ നടത്തി ഉയർന്ന വിലയ്ക്ക് മറിച്ചുവിറ്റു. ഇങ്ങനെ കേരളത്തിലെത്തിച്ച 20 വാഹനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു കസ്റ്റംസ് പരിശോധന. പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ പിടിച്ചെടുത്തു. ദുൽഖർ സൽമാന്റെ എറണാകുളം എളംകുളത്തെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പും പരിശോധനയുടെ ഭാഗമായി. തന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനമല്ല ഇതെന്നും നടൻ. 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ പ്രൊസീജിയർ ഇത്രയും നേരം നടന്നതല്ല. പൃഥ്വിരാജിന്റെ വീട്ടിലും കസ്റ്റംസ് പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. കോഴിക്കോടും മലപ്പുറത്തും യൂസ്ഡ് കാർ ഷോറൂമുകളിലും വ്യവസായികളുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.